ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായ ഇതുപോലുള്ള എലികളെയും പെരിച്ചാഴികളെയും അതുമാത്രമല്ല പല്ലി, പാറ്റ, കൊതുക് ഇവയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പാറ്റകൾ അതുപോലെ തന്നെ പല്ലികളൊക്കെ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ചത്തി വീഴുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ പെടഞ്ഞ് തന്നെ ചത്തി വീഴും. ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാറ്റകളുടെ ശല്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ആ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സൊല്യൂഷനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റമോൾ ടാബ്ലറ്റ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതൊരു അര കഷ്ണമാണ് ഈ ഒരു ക്വാണ്ടിറ്റി കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പാരസിറ്റമോൾ ഗുളിക നമ്മൾ ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വലിച്ചെറിയാറാണല്ലോ പതിവ്. ഇനി അങ്ങനെ ആരും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ആ ഒരു ടാബ്ലറ്റൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മളുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു അര ടാബ്ലറ്റാണ് നമ്മളിവിടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അര ടാബ്ലറ്റ് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കാം. അന്നതിന് ശേഷം ലൈസോൾ ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ലൈസോൾ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡെറ്റോൾ ആണ്. ഡെറ്റോൾ ആ ഒരു മൂടിയിൽ ഞാനൊരു 1/4 മൂടി അളവിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് റെഡിയാക്കുന്നത് രാത്രി സമയത്താണ്. അപ്പോഴാണ് നമുക്ക് അത് രാത്രി മുഴുവനും വെച്ചിരുന്നതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓവർനൈറ്റ് നല്ല രീതിയിൽ ഈ ഒരു സൊല്യൂഷനിൽ കിടന്ന് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിലൊന്ന് സോക്കായി റെസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കാണ് ഞാൻ ഒഴിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരാഴ്ച വരെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ അളവിലേക്ക് നമുക്ക് സൊല്യൂഷൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ പഴയ ബോട്ടിലൊക്കെ എടുത്ത് കുഞ്ഞു ബോട്ടിലൊക്കെ എടുത്ത് അതിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ട് കൂടെ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനും ഒരു ഹാൻഡ് വാഷ് ബോട്ടിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ രാത്രി ജോലി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ഗ്യാസ് ടോപ്പും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ടുവരുന്ന പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ കിച്ചണിൽ. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ്റെ മണം അടിച്ച് കൊതുകൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരികയില്ല കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങളുടെ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലടിച്ചുകൊണ്ട് പല്ലികളോ പാറ്റകളോ ഒന്നും നിങ്ങളുടെ കിച്ചൻ്റെ പരിസരത്ത് പോലും വരികയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്ത് വെക്കുക. അതുമാത്രമല്ല രാത്രി നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം, മെയിനായിട്ട് നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴിയാണ് പല്ലികളും പാറ്റകളും കൊതുകുകളൊക്കെ വരുന്നത്. ആ ഒരു ശല്യം നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കൈപ്പിടി അളവിലേക്ക് കപ്പലണ്ടിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കപ്പലണ്ടി എലികൾക്കും പെരിച്ചാഴികൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് കേട്ടോ ഈ ഒരു കപ്പലണ്ടി. അപ്പോൾ ഇതുപോലൊന്ന് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അന്നതിന് ശേഷം ഞാനിതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കപ്പലണ്ടി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അന്നതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ആട്ടപ്പൊടി, ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഞ്ഞിവെള്ളമാണ്. പച്ചവെള്ളമൊന്നും നമ്മൾ ഒഴിക്കരുത്, കഞ്ഞിവെള്ളമാണ് കേട്ടോ. ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പോൾ എലികൾക്ക് വളരെ ഇഷ്ടമാകും. അത് ആ ഒരു സ്മെല്ല് ആകർഷിച്ചുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യും. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊടിച്ച് ബാക്കി വെച്ചിരുന്ന ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോൾ ടാബ്ലറ്റിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നതിന് ശേഷം നമുക്കിതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അന്നതിന് ശേഷം നമ്മൾ ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്.
നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കപ്പലണ്ടിയൊക്കെ നല്ല രീതിയിൽ വെളിയിൽ കാണത്തക്ക രീതിക്ക് വേണം കേട്ടോ നമ്മൾ ആട്ടപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബറാണ് നമ്മൾ കട്ട് ചെയ്ത് പൊടിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഇതുങ്ങളുടെ എലികളുടെയും പെരുച്ചാഴികളുടെയും വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വയറ് വീർത്ത് മരണം വെപ്രാളപ്പെട്ട് അതുങ്ങൾ ചത്തു പോവുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ നല്ല രീതിയിൽ പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടായാലും മതി കേട്ടോ. നമുക്ക് വെറുതെ വലിച്ചെറിയുന്ന അതുപോലുള്ള പഴയ സ്ക്രബ്ബർ കൂടെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ പൊടിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഞ്ഞു ഉരുളയായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊന്ന് കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വെളിയിൽ ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ കാണാത്ത രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. വെളിയിൽ നിങ്ങൾ കപ്പലണ്ടി നല്ല രീതിയിൽ കാണുന്ന പോലെ ആ ഒരു എലിയെയും പെരുച്ചാഴിയും ആകർഷിക്കുന്ന പോലെ വേണം നിങ്ങൾ ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 100% നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ. ഉപയോഗിച്ചവർക്കെല്ലാം അത്രത്തോളം റിസൾട്ട് കിട്ടി ഫീഡ്ബാക്ക് കിട്ടിയ ഒരു അടിപൊളി റെമഡി തന്നെയാണ് ഇത്. ഒരുപാട് എലിശല്യം പെരുച്ചാഴി ശല്യമൊക്കെ മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എലികളെയും പെരുച്ചാഴികളെയും എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കപ്പലണ്ടി കൊണ്ടുള്ള ആ ഒരു റെമഡി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എവിടെയാണോ എലികളുടെയും പെരുച്ചാഴികളുടെയൊക്കെ ശല്യം രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മളുടെ വീട്ടിലേക്ക് എലികളും പെരുച്ചാഴികളൊക്കെ വരാൻ സാധ്യതയുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരുച്ചാഴികളും ഈ ഒരു കപ്പലണ്ടിയുടെ ഒക്കെ മണം അടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിച്ച് പിന്നീട് അവരുടെ വയറ് വീർത്ത് മരണവെപ്രാളപ്പെട്ട് ചത്ത് വീഴുക തന്നെ ചെയ്യും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ അര കഷ്ണം ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഇതുപോലൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഉൾഭാഗം ഇതുപോലെ നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എലികൾക്കും പെരുച്ചാഴികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാത്രം കഴുകുന്ന സ്റ്റീൽ നാര് അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ള ആവശ്യത്തിന് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയാനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ നമ്മൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ മുറിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മൾ പെരുച്ചാഴിയുടെ വയറ്റിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ വയറ് കീറി മരണവെപ്രാളപ്പെട്ട് ചത്തുപോകാനുള്ള കാരണമായി തീരുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ ഉള്ളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റീൽ നാര് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അന്നതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ളത് സോപ്പ് പൊടിയാണ് കേട്ടോ. സോപ്പ് പൊടി ഞാൻ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നതിന് ശേഷം നമ്മൾ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാർപ്പിക്കാണ് കേട്ടോ. ഹാർപ്പിക്ക് ഞാൻ കുറച്ച് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാർപ്പിക്കും കൂടെ ആവുമ്പോൾ എലികളും പെരുച്ചാഴികളും പിന്നീട് ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ. അവരുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ അവർക്കുണ്ടാകും. പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് പോലും എലികളോ പെരുച്ചാഴികളോ ശല്യക്കാരായിട്ട് വരികയില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആ ഒരു ഹാർപ്പിക്കിൻ്റെയും അതുപോലെ തന്നെ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ഒന്ന് മറക്കത്തക്ക രീതിയിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അന്നതിന് ശേഷം നമുക്ക് ആ ഒരു പൊട്ടറ്റോയുടെ ഉള്ളിലുള്ള ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബിസ്ക്കറ്റും കൂടെ ഞാൻ ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു കിഴങ്ങിൻ്റെ മുകളിലേക്കായിട്ട്. അപ്പോൾ മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരുച്ചാഴികളും ഇത് കാണുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും പിന്നീട് അതുങ്ങൾ ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ, ഉറപ്പായിട്ട് ചത്തു വീഴുക തന്നെ ചെയ്യും. ഇതുപോലെ എലിയും പെരുച്ചായും വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടുത്ത ദിവസം രാവിലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശല്യക്കാരായ ഒരു എലിയും പെരുച്ചാഴിയൊക്കെ ചത്ത് കിടക്കുന്നതന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.